നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ സമയം മുതൽ തന്നെ അച്ഛനും മകളും വല്ലാതെ വെട്ടി വിയർക്കുന്നുണ്ട്. ഒരു ഫോൺ പിടിച്ചെടുക്കുമ്പോൾ പോലും എന്തിനാണ് ഇത്ര അസ്വസ്ഥതയും വിറളി പിടിച്ചും ഇരുകൂട്ടരും നടക്കുന്നത്? എന്നാൽ ഈ ഫോൺ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. കാരണം അതുപോലത്തെ ഒരു ലോക്കിട്ട് പൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. മണിച്ചിത്ര പൂട്ടിട്ടാണ് പൂട്ടിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഫോൺ തുറക്കുന്നതിന് വേണ്ടി ഫോറൻസിക്കിനെ സമീപിച്ചു. എന്നാൽ ഫോറൻസിക് തലകുത്തി മറിഞ്ഞിട്ടും ഇത് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ, അതായത് ഇത്ര ലോക്കിട്ട് പൂട്ടി വെക്കണമെങ്കിൽ ആ ഫോണിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. ഫോറൻസിക് നോക്കിയിട്ട് പോലും പറ്റുന്നില്ല എങ്കിൽ കാര്യമായി എന്തൊക്കെയോ ആ ഫോണിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഫോറൻസിക്കിനും അത് തുറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആശ്വാസം വേണ്ട. കാര്യം പിണറായി വിജയന് കുരുക്കാകുന്ന പലതുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇനി കടക്കുകയാണ്. അടുത്ത ദിവസം വീണ വിജയനെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തും. നോട്ടീസ് ഉടൻ തന്നെ കൊടുക്കുമെന്നാണ് വിവരങ്ങൾ. അങ്ങനെ വീണയെ ചോദ്യം ചെയ്യലിന് വിളിച്ചിരുത്തി വീണയെ കൊണ്ട് തന്നെ ആ ഫോണിന്റെ ലോക്ക് പൊട്ടിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിക്ക് നടുവിലാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. അതായത് ഇനി വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു വരുത്തുന്നത് അത് നിസ്സാര കാര്യത്തിനല്ല, അത് അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനാണ്. കാരണം ഇതിനു മുൻപ് തന്നെ പ്രാഥമികമായ മൊഴിയെടുപ്പും തെളിവെടുപ്പും ഒക്കെ കഴിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം 8 മണിക്കൂറോളമായിരുന്നു വീണയെ ചോദ്യം ചെയ്തത്. ഇനി വിളിച്ചു വരുത്തുന്നത് അത് അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനാണ്. ഇപ്പോൾ കൊടികെട്ടിയ വക്കീലന്മാരെയൊക്കെ ഇറക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ. പക്ഷേ താൻ ഇറക്കി എന്ന് വരരുത്. അതിന് പകരം എന്താണ് ഒരു പോംവഴി കണ്ടെത്തിയിരിക്കുന്നത്? ശശിധരൻ കർത്തയെ, അതായത് CMRLന്റെ തലവൻ, അതിൻ്റെ മേധാവി ശശിധരൻ കർത്തയെ ഇറക്കി കരുക്കൾ നീക്കുകയാണ്. വീണ വിജയനും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടില്ല. പക്ഷേ ശശിധരൻ കർത്ത വീണ്ടും കോടതിയിലേക്ക് ഓടിപ്പിടിച്ചു പോയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇഡിയുടെ അന്വേഷണം അത് തൽക്കാലം ഒന്ന് നിർത്തിവെക്കണം. അതിനു വേണ്ടിയിട്ട് ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയായിരുന്നു കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ്, അതായത് CMRL അപ്പീൽ നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് കമ്പനി അടിയന്തരമായി സമീപിച്ചിരിക്കുന്നത്. ഇഡി നടത്തുന്ന അന്വേഷണം ഉടൻ തടയണമെന്നും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അടിയന്തരമായി റദ്ദാക്കണം എന്നുമാണ് ഇവർ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പണി കിട്ടുമെന്നറിഞ്ഞ് ശശിധരൻ കർത്ത മാത്രമായിട്ട് ഓടിപ്പിടഞ്ഞു പോയതല്ല. പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ച് കർത്ത പോയതാണ്. കാരണം താനോ മകളോ ഈ ഒരു നീക്കത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ഇരുവരും തെറ്റുകാരാണ്, എന്തെങ്കിലും ഭയക്കാനുള്ളത് കൊണ്ടാണ് ഈ വേവലാതിപ്പെടുന്നത് എന്നുള്ള ഒരു വ്യാഖ്യാനം വരും. അതുകൊണ്ട് പിണറായി തൽക്കാലത്തേക്ക് വേവലാതിപ്പെടുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. കാരണം അന്ന് ഇഡി റെയ്ഡ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി വന്ന് മുഷ്ടി ചുരുട്ടിയായിരുന്നു പിണറായി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. എന്നിട്ട് വെച്ചലക്കിയത് മടിയിൽ കനമില്ല, ഭയക്കാൻ ഒന്നുമില്ല എന്നാണ്. അതുകൊണ്ട് ഉള്ളിൽ ഭയമുണ്ടെങ്കിലും പുറമേ കാണിക്കരുതല്ലോ. അതുകൊണ്ട് പിണറായി തൽക്കാലത്തേക്കൊന്ന് മയപ്പെടുകയാണ്. പക്ഷേ ശശിധരൻ കർത്തയെ മുന്നിൽ നിർത്തിയാണ് ഇനി നീക്കങ്ങൾ നടത്താൻ പോകുന്നത്. പക്ഷേ സമയം അധികം മുൻപിലില്ല. കാരണം ഇപ്പോൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയെ ചോദ്യം ചെയ്യലിന് കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയാണ്. രാവിലെ കൊച്ചിയിലെ ഓഫീസിൽ ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഘട്ടം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. അതിൻ്റെ വിശദമായ ഒരു റിപ്പോർട്ട് ഡൽഹിക്ക് അയച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന മറുപടിക്ക് അനുസരിച്ച് വേണം അടുത്ത തീരുമാനങ്ങൾ, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ. ആ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വീണ വിജയന്റെ ചോദ്യം ചെയ്യലാണ് എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ശശിധരൻ കർത്തയും മകൻ ശരൺ കർത്തയെയും എല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൂക്കി അകത്തിടും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലുള്ള പിടിവള്ളി, ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ ചില തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനേക്കാൾ വലിയ പിടിവള്ളി SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, കണ്ടെത്തിയ ചില തെളിവുകളുണ്ട്. അതായത് തട്ടിപ്പ് നടന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ കിട്ടിയിരിക്കുന്നത് SFIOയ്ക്കാണ്. അവരുടെ തെളിവുകൾ ഉൾപ്പെടെ സമഗ്രമായി പഠിച്ചതിന് ശേഷമാണ് ഇഡി റെയ്ഡും ചോദ്യം ചെയ്യൽ നടപടികളുമായിട്ടൊക്കെ എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ അടുത്ത ഘട്ടമാണ് പിണറായിയെ ഭയപ്പെടുത്തുന്നത്. പിണറായി ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നുമൊക്കെയുള്ള കൊടികെട്ടിയ വക്കീലന്മാരെ ഇറക്കിയിരിക്കുകയാണ്. മുൻപായിരുന്നെങ്കിൽ ഖജനാവിൽ നിന്ന് കാശെടുക്കാമായിരുന്നു വക്കീലന്മാർക്ക് കൊടുക്കാൻ. ഇന്നിപ്പോൾ കുടുംബത്തിൽ നിന്ന് എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനവിടെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം കുടുംബത്തു നിന്ന് എടുക്കുകയല്ലാതെ മറ്റു വഴികളില്ല. വീണയെ സംബന്ധിച്ചിടത്തോളം വീണയ്ക്ക് ഒരു ചോദ്യം ചെയ്യലിനെ തനിച്ചിരുന്ന് നേരിടാൻ കഴിയില്ല.
മുൻപ് പിണറായി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തായിരുന്നു ചെന്നൈയിൽ പോയി ഒരു ചോദ്യം ചെയ്യൽ കഴിഞ്ഞത്. അത് കഴിഞ്ഞ ദിവസം ഒരു 8 മണിക്കൂറത്തെ ചോദ്യം ചെയ്യൽ. ഈ 8 മണിക്കൂർ ചോദ്യം ചെയ്യൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ചിലത് ഭയക്കാനുണ്ട് എന്നുള്ളത് തന്നെ വ്യക്തമാകുകയാണ്. പക്ഷേ ആ 8 മണിക്കൂർ ചോദ്യം ചെയ്യലിലും വീണയ്ക്ക് പിന്തുണയുമായിട്ട് അച്ഛൻ പിണറായി വിജയൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയുള്ള ചോദ്യം ചെയ്യൽ അങ്ങനെ ആയിരിക്കില്ല. മൊഴിയെടുപ്പോ ചോദ്യം ചെയ്യലോ എന്നതിനെ പറയാൻ കഴിയില്ല. വിളിച്ചു വരുത്തുന്നു, അറസ്റ്റ് എന്ന നടപടിയിലേക്ക്. അങ്ങനെയാണെങ്കിൽ പിണറായി പ്രതിസന്ധിയിലാകും. കാരണം മകളെ അങ്ങനെ കൈവിലങ്ങ് വെക്കുന്നതൊന്നും കണ്ടു നിൽക്കാനുള്ള ഒരു ത്രാണി പിണറായിക്കില്ല. പിണറായി ഒരു നല്ല അച്ഛനാണ്. കാരണം മകൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരച്ഛൻ. ഇപ്പോൾ ചില ട്രോളുകളൊക്കെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. കേരളത്തിലെ ചില അച്ഛന്മാരെ, പിണറായിയെ കാണുമ്പോഴാണ് കേരളത്തിലെ ചില അച്ഛന്മാരെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നതെന്ന്. കാരണം മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത എത്രയോ അച്ഛന്മാരെ നമ്മൾ സമൂഹത്തിൽ കാണുന്നതാണ്. പക്ഷെ പിണറായി അങ്ങനെയല്ല. മകൾ തെറ്റ് ചെയ്താലും വേണ്ടില്ല, മകളെ സംരക്ഷിച്ചേ അടങ്ങൂ. അത് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും സംരക്ഷിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു നിലപാടാണ്. പക്ഷേ സാധാരണ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ തിരുത്തിക്കുന്ന മാതാപിതാക്കളെയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിപ്പോയി. മകൾ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു അച്ഛനായിരുന്നോ പിണറായി? കാരണം അങ്ങനെ മാസപ്പടി വീണ വിജയൻ്റെ മാത്രം തീരുമാനമായിരുന്നില്ല. അതിന് പിന്നിൽ കൃത്യമായ ഒരു തലയുണ്ട്. ആ തലയാണ് പിണറായി. അപ്പോൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത് വാലാണ്. വാലിൽ നിന്ന് തലയിലേക്കാണ് എന്നുള്ളത് ഏകദേശം ഉറപ്പാകുന്നു. പിണറായി ഇത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്, മകളിലൂടെ എന്നെ ലക്ഷ്യം വെക്കുന്നു എന്ന്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ബോണസായിട്ട് പാർട്ടിക്കാരെല്ലാവരും കൂടി ഇരച്ചിറങ്ങുന്നതിന് വേണ്ടി ഒരു ഡയലോഗും അടിക്കുന്നുണ്ട്, എന്നിലൂടെ പാർട്ടി എന്ന്. പക്ഷേ ഇവിടെ പാർട്ടിയല്ല, മകളിലൂടെ പിണറായിയെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. എന്നാൽ ഇനി പിണറായിക്ക് മുൻപിലുള്ള ഒരു പോംവഴി എന്താണ്? കേന്ദ്രത്തിലേക്ക് ഓടിപ്പിടച്ചു പോകുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ പിണറായിക്ക് അങ്ങനെ പോകാൻ കഴിയുമോ? എന്തെങ്കിലും ഒരു സൂചന പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം EDയെ അറ്റാക്ക് ചെയ്യാൻ വന്ന പാർട്ടി പ്രവർത്തകർ പിണറായിയെ അറ്റാക്ക് ചെയ്യില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം പാർട്ടിയെ മുടിപ്പിച്ചത് പിണറായിയാണ് എന്ന് ഈ തോൽവിക്ക് പിന്നാലെ നടന്ന പാർട്ടി യോഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടു. എന്നാൽ അതൊന്ന് കെട്ടടങ്ങിയത് കഴിഞ്ഞ ദിവസം പിണറായിക്ക് നേരെ നടന്ന ഈ EDയുടെ റെയ്ഡായിരുന്നു. അതിനെ കൃത്യമായി തനിക്ക് അനുകൂലമാക്കാൻ പിണറായിക്ക് കഴിഞ്ഞു. അവിടെയാണ് നമ്മൾ പിണറായിയുടെ ആനത്തല കാണേണ്ടത്. എന്തായാലും കാഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യനാണ് പിണറായി എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് മകളെ രക്ഷിക്കാൻ ഇനി എന്ത് പോംവഴി പിണറായി കണ്ടെത്തും? ആരെയാണ് കൊടുക്കാൻ പോകുന്നത് എന്നറിയില്ല. ആരെയാണ് ചാവേറാക്കി ഇടാൻ പോകുന്നതെന്നും നമുക്കറിയില്ല. മുൻപ് മകൾക്ക് വേണ്ടി പലരെയും ചാവേറാക്കിയിട്ടുണ്ട് പിണറായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നല്ലോ ശിവശങ്കർ. ശിവശങ്കറിൻ്റെ കരിയർ പോലും തൊലച്ചത് പിണറായി വിജയനാണ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. കാരണം സ്വപ്ന സുരേഷുമായിട്ട് ശിവശങ്കറിന് ഉണ്ടായിരുന്ന ഒരു ബന്ധം അതിരുവിട്ട ഒരു ആത്മബന്ധമായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായി അന്ന് ബോധ്യപ്പെട്ടതാണ്. അല്ലാതെ കൂടുതൽ സാമ്പത്തിക ഇടപാടുകളിലേക്കോ അല്ലെങ്കിൽ സ്വർണം കടത്തുന്നതിന് വേണ്ടിയുള്ള ഒത്താശയിലേക്കോ അതിലൊക്കെ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ശിവശങ്കറിന് സ്വപ്നയോട് ഒരു താല്പര്യമുണ്ടായിരുന്നു. അത് കൃത്യമായി മനസ്സിലാക്കിയ പിണറായി അതൊന്ന് പരിപോഷിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഒടുക്കം ശിവശങ്കറിന് പലതും ഈ പിണറായി കുടുംബത്തെക്കുറിച്ച് അറിയാം. പക്ഷേ ഒരക്ഷരം ശിവശങ്കറിൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തേക്ക് വരില്ല. അതിനിപ്പോൾ ശിവശങ്കർ ഇനിയും ജയിലിൽ കിടക്കേണ്ടി വന്നാലും പിണറായിക്കെതിരെ ഒരക്ഷരം സംസാരിക്കില്ല. ഇവിടെ നമ്മൾ ശിവശങ്കറിനെ ബലിയാടാക്കിയ ചരിത്രം പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. ഈ സർക്കാരിനെതിരെ ഉയർന്നു വന്ന രമേശ് ചെന്നിത്തല ഉയർത്തിയ വലിയൊരു അഴിമതി ആരോപണം ഉണ്ടായിരുന്നു, സ്പ്രിംഗ്ലർ. കേരളത്തിലെ ജനങ്ങൾ ഓർക്കുന്നുണ്ടാകും. കോവിഡ് രോഗികളുടെ വിവരങ്ങൾ, ഡേറ്റകൾ അമേരിക്കൻ കമ്പനിക്ക് ചോർത്തിയ ഒരു വിവരം, കമ്പനിക്ക് കൈമാറിയ വിവരം. ആ കമ്പനി, അതായത് സ്പ്രിംഗ്ലർ എന്ന അമേരിക്കൻ കമ്പനിയെ അവിടുത്തെ സർക്കാർ തന്നെ വിലക്കിയ ഒരു ഫ്രോഡ് കമ്പനിയാണ്. ആ കമ്പനിക്കായിരുന്നു ഇവിടുത്തെ കോവിഡ് രോഗികളുടെ വിവരങ്ങൾ കൈമാറിയത്. അന്ന് ഇതിനെ ചോർത്തി എന്നായിരുന്നു വാർത്തകൾ വന്നത്. അത് സംസ്ഥാന സർക്കാർ അറിയാതെ അങ്ങനെ ഒരു കരാർ എങ്ങനെ പോയി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പിണറായി അറിയാതെ അങ്ങനെ ഒരു കരാർ പോകില്ലല്ലോ. ആ സ്പ്രിംഗ്ലർ എന്ന കരാറിന് എക്സാലോജിക്കുമായിട്ട് ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതെങ്ങനെ വന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മുറുകിയപ്പോൾ, വീണ വിജയന്റെ പേര് പുറത്തേക്ക് വന്നപ്പോൾ ഒടുക്കം ശിവശങ്കർ വന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ തൊഴുതു പറഞ്ഞു, ഈ കരാറിന് പിന്നിൽ ഞാനാണ് എന്ന്. അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നമ്മൾ മലയാളികൾ മണ്ടന്മാരല്ലല്ലോ. കാരണം ഒരു സംസ്ഥാന സർക്കാർ, ഒരു രാജ്യത്തെ, ഒരു സംസ്ഥാനത്തെ ഒരു ഭരണകൂടം മറ്റൊരു രാജ്യത്തെ ഒരു കമ്പനിയുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അറിയാതെ അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കാൻ കഴിയുമോ? പക്ഷെ അന്ന് ശിവശങ്കർ പറഞ്ഞത് പിണറായി വിജയൻ അറിയാതെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഞാൻ അമേരിക്കൻ കമ്പനിയുമായിട്ട് കരാർ ഒപ്പിട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം അത് ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് AI ക്യാമറകൾ വെച്ചതുമായി ബന്ധപ്പെട്ടും
എക്സാലോജിക് എന്ന കമ്പനി വീണ വിജയനും വീണ്ടും അഴിമതിയുടെ വാലറ്റത്ത് വന്നു. അന്നും പിണറായി ചില ഗിമ്മിക്കുകളൊക്കെ കാണിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ ഇന്ന് പെട്ടുപോയി. കാരണം അത്ര എളുപ്പം ഊരിപ്പോരാൻ കഴിയുന്ന കേസല്ല മാസപ്പടി. അങ്ങനെ വെറുതെ അങ്ങ് ഒരു കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കുമോ? സേവനം കിട്ടിയിട്ടില്ല എന്ന് ആ കമ്പനി പറയുന്നു. വീണ പറയുന്നു സേവനം ചെയ്തിട്ടാണ് പൈസ കിട്ടിയതെന്ന്. പക്ഷേ സേവനം ചെയ്തതിൻ്റെ തെളിവ് എവിടെ? അങ്ങനെ ഒരു തെളിവ് പോലുമില്ല. അപ്പോൾ കുറച്ചധികം വീണ വിയർക്കും. ഒറ്റയ്ക്കിരുന്ന് അച്ഛൻ്റെ സാന്നിധ്യമില്ലാതെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരു മകളാണ് വീണ എന്ന് നമുക്ക് ഏകദേശം അറിയാം. എങ്ങനെ പിടിച്ചു നിൽക്കും എന്നൊക്കെ ഉള്ളതൊരു ചോദ്യമാണ്. എന്തായാലും വീണയ്ക്ക് വിലങ്ങ് വീഴുമെന്നുള്ളതാണ് ഏകദേശം ഒരു മനസ്സിലാകുന്ന ഒരു കാര്യം. നിയമവിദഗ്ധരും ഇത് തന്നെയാണ് പറയുന്നത്. എക്സാലോജിക് അല്ലെങ്കിൽ മാസപ്പടി, ഈ എക്സാലോജിക് എന്ന കമ്പനിയുടെ നാൾ വഴികൾ കൂടി ഒന്ന് പരിശോധിക്കുക. അതിൻ്റെ ഉദയം മുതലുള്ള ചരിത്രം ഒന്ന് പരിശോധിക്കുക. മാസപ്പടി കേസിൻ്റെ നാൾ വഴികൾ കൂടി ഒന്ന് അന്വേഷിക്കുക. അപ്പോൾ തന്നെ ഏകദേശം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചിത്രം മനസ്സിലാകും. പക്ഷെ ഇപ്പോഴും ആ ചിത്രം മനസ്സിലാകാത്തത് ഈ CPM-ൻ്റെ അന്തം കമ്മികൾക്കാണ്. പക്ഷേ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നുണ്ട് പിണറായിക്കും മകൾ വീണയ്ക്കും വേണ്ടി എന്തിന് പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും പാർട്ടി ഓഫീസുകളെയും ബലിയാടാക്കുന്നു എന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.